ആശമാർക്ക് ഓണറേറിയം അനുവദിച്ചു എന്നുള്ള ആശ്വാസകരമായ വാർത്തയുണ്ട്. ജനുവരിയിലെ ഓണറേറിയം അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവാണ് വരുന്നത്. പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തത്തോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ ക്യാൻസർ ക്യാമ്പയിന് ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി മാസം 4-ാം തീയതി ഈ മാസം 4-ാം തീയതി തുടക്കമിട്ടിരുന്നു. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പയിൻ്റെ ആപ്തവാക്യം. ഏതാണ്ട് 23 ദിവസങ്ങൾ നമ്മൾ പൂർത്തിയാക്കുമ്പോൾ ഇന്നിപ്പോൾ ഈ നിമിഷം വരെ സ്ക്രീൻ ചെയ്തിട്ടുള്ള വനിതകളുടെ എണ്ണം 4,15,704 അതിൽ 22,211 പേരെ റെഫർ ചെയ്തിട്ടുണ്ട്. റെഫർ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിനു വേണ്ടിയിട്ടൊരു പ്രോട്ടോക്കോൾ തീരുമാനിച്ചിരുന്നു. ആ പ്രോട്ടോക്കോൾ പ്രകാരം ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിന് മൊത്തം റെഫർ ചെയ്ത ആളുകളുടെ എണ്ണം 12,263 പേരാണ്. അവരെ തന്നെ സർജൻസ് വീണ്ടും ഗോപാൽ ശീലാസനൽ ചേരുന്നുണ്ട്. ഗോപാൽ, ആശമാർക്ക് ആശ്വാസമാവുന്ന വാർത്തയുമായാണോ മന്ത്രി എത്തിയിരിക്കുന്നത്? ആശ്വാസം എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. കാരണം അവർക്ക് നേരത്തെ 3 മാസത്തെ കുടിശ്ശികയും ഇൻസെന്റീവുമാണ് ബാക്കിയായി ഉണ്ടായിരുന്നത്. അതിൽ 2 മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ആഴ്ച വിതരണം ചെയ്തിരുന്നു. അതിലെ ഏറ്റവും അവസാനമായി ലഭിക്കാൻ ബാക്കി ഉണ്ടായിരുന്ന ജനുവരി മാസത്തെ ഓണറേറിയവും ബാക്കി ഉണ്ടായിരുന്ന കുടിശ്ശിക ആയി ബാക്കി ഉണ്ടായിരുന്ന ഇൻസെന്റീവുമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സമരത്തിൽ നിന്ന് പിന്മാറുക എന്ന കാര്യത്തിൽ അവർ തീരുമാനം ഇതുവരെയും പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്ര ദിവസവും സർക്കാർ പറഞ്ഞിരുന്നത് കേന്ദ്രത്തിന്റെ ഫണ്ട് ലഭിക്കാത്തതിനാൽ തന്നെ പണം അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ശക്തമായ സമരം ഉണ്ടായതോടുകൂടി ഈ കേന്ദ്ര ഫണ്ട് വരാതെ തന്നെ ഇത്തരത്തിൽ കുടിശ്ശിക ഉണ്ടായിരുന്ന പണം നൽകി തീർക്കാൻ സർക്കാരിന് സാധിച്ചു. അതിനോടൊപ്പം തന്നെ ഈ ആവശ്യങ്ങൾ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ 3 അതിൽ ഒന്ന് 7,000 രൂപയായിട്ടുള്ള ഓണറേറിയം 21,500 രൂപയായി ഉയർത്തുക. അതിനോടൊപ്പം തന്നെ ആശമാരുടെ വിരമിക്കൽ ആനുകൂല്യമായിട്ടുള്ള 5 ലക്ഷം രൂപ അനുവദിച്ചു നൽകുക. കൂടാതെ ഈ ഓണറേറിയം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളെല്ലാം പിൻവലിക്കുക എന്നുള്ളവയാണ്. ഈ കുടിശ്ശിക ലഭിച്ചു എന്ന് കരുതി അല്ലെങ്കിൽ ഇൻസെന്റീവ് അനുവദിച്ചു എന്ന് കരുതി ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല എന്നും ഇപ്പോൾ ഇതൊരു സമര വിജയമാണ് എന്നും തങ്ങൾ ഇത്ര ദിവസം സമരം ചെയ്തതിൽ നിന്നും നേടിയെടുത്ത ഒരു വിജയമായിട്ടാണ് ഈ കുടിശ്ശിക കൃത്യമായി അനുവദിക്കപ്പെട്ടത് എന്നും ഇവർ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ബാക്കിയായി ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും ഒക്കെ ഉൾപ്പെടെയുള്ള IT പാർക്കുകളിലൊക്കെ ഒരു തവണ ഓരോ ക്യാമ്പുകൾ വീതം നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വനിതകൾ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ 2 ദിവസങ്ങളിലായിട്ട് ക്യാമ്പ് സംഘടിപ്പിച്ചു. സാധാരണ ഒരു ഹെൽത്ത് ക്യാമ്പ്, ഒരു ആരോഗ്യ ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെ വളരെ കുറവാണ് ആളുകൾ വരുന്നത്. പക്ഷെ പ്രത്യേകിച്ച് ക്യാൻസറിന്റെ സ്ക്രീനിങ്ങിന് ഇത്തവണ 500ഓളം വനിതകളാണ്, 497 വനിതകൾ സെക്രട്ടേറിയറ്റിൽ മാത്രം സ്ക്രീനിങ്ങിൽ പങ്കെടുത്തു. ഓണറേറിയവും ഇൻസെന്റീവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് മന്ത്രി എത്തുന്നതേ ഉള്ളൂ. ജനുവരി മാസത്തെ ഓണറേറിയമാണ് അനുവദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കുടിശ്ശികയുടെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഒരു ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് പൂർണ്ണമായ അവരുടെ ആവശ്യങ്ങൾ ഒന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സമരം തുടരാനുള്ള സാധ്യതയാണ്. സമരം ഇന്ന് അവസാനിപ്പിക്കാനൊന്നുമുള്ള ആലോചന ഇല്ല എന്നാണ് നമുക്ക് സമര പന്തലിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്.